എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത് തെർമോഡൈനാമിക്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ്. ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിൻ്റെ എക്സാമിനേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ എല്ലാവരും വാച്ച് ചെയ്തു എന്ന് കരുതുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിനെ കുറിച്ച് ചില കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. പ്രധാനമായും അതിൻ്റെ ഇമ്പോർട്ടൻസ്, അതിൽ വരുന്ന മാത്തമാറ്റിക്കൽ ഡെറിവേഷൻ, അതിൻ്റെ തന്നെ മാത്തമാറ്റിക്കൽ ഫോം, അതിൻ്റെ പ്രോബ്ലം സൈഡ് തുടങ്ങിയ കാര്യങ്ങൾ എങ്ങനെ വരുമെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാം. എല്ലാവരും റെഡിയല്ലേ? ഓക്കെ. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കൂ. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് യൂഷ്വലി നമ്മൾ പറയുന്നത് കൺസർവേഷൻ ഓഫ് എനർജി എന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, കൺസർവേഷൻ ഓഫ് എനർജി ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. നമുക്ക് എനർജി ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് കൺവെർട്ട് ചെയ്യാൻ മാത്രമേ പറ്റൂ എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആണ് എന്നാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നിങ്ങൾ സങ്കല്പിക്കുക, ഒരു ബാറ്ററി സങ്കല്പിക്കുക. ബാറ്ററിയിൽ നിന്ന് ഒരു ബൾബ് കത്തിക്കാൻ ശ്രമിക്കുന്നു. അപ്പോൾ ബാറ്ററിയുടെ ഉള്ളിൽ കെമിക്കൽ എനർജിയാണുള്ളത്. സപ്പോസ് 100 ജൂൾ എനർജി ഉണ്ടെന്ന് സങ്കല്പിക്കൂ. അപ്പോൾ ഈ ബാറ്ററിയിലേക്ക് ബൾബ് ഘടിപ്പിക്കുമ്പോൾ ദിസ് 100 ജൂൾ ഓഫ് എനർജി ഈസ് കൺവേർട്ടഡ് ഇൻ ടു ലൈറ്റ് എനർജി, സെയിം 100 ജൂൾ. സോ അവിടെ ഇത് ലൈറ്റ് എനർജി ആയി പോകുന്നു, ഇവിടെ ഇത് കെമിക്കൽ എനർജി ആയിരുന്നു ബാറ്ററിയുടെ ഉള്ളിൽ. സോ 100 ജൂൾ ഓഫ് എനർജി തന്നെയാണ് കൺവെർട്ട് ചെയ്ത് 100 ജൂളായി മാറുന്നത്. പക്ഷേ ഇതിൻ്റെ ഫോം വേറൊരു രൂപത്തിലാണെന്നേ ഉള്ളൂ. അത് തന്നെയാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിലും പറയുന്നത്. എനർജി ഒരിക്കലും പുതിയതായിട്ടുണ്ടാക്കാൻ പറ്റില്ല. എനർജി, ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഒരു രൂപത്തിൽ നിന്ന് മറ്റൊരു രൂപത്തിലേക്ക് പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ക്ലിയർ? ശരി, അടുത്തതിലേക്ക് വരാം. വാട്ട് ഈസ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്? നോക്കൂ, ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് എന്ന് പറയുന്നത് ഒരു സിസ്റ്റത്തിലേക്ക് കൊടുക്കുന്ന എനർജി. നമുക്കറിയാം, സിസ്റ്റം എന്നുകൊണ്ട് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ എക്സാമ്പിൾ ഒരു സിലിണ്ടറാണ്, ഇതിലൊരു പിസ്റ്റൺ ഘടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തൊരു ഗ്യാസ് നിറച്ചിട്ടുണ്ട്. ഗ്യാസ് ഈസ് ഫിൽഡ് ഇൻസൈഡ് സിലിണ്ടർ വിച്ച് ഈസ് ഫിറ്റഡ് വിത്ത് ഫ്രിക്ഷൻലെസ് പിസ്റ്റൺ. സേ an amount of heat delta Q is given to this system. ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞ ഒരു എനർജി അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഹീറ്റിൻ്റെ രൂപത്തിലാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള ഗ്യാസിനകത്തുള്ള എന്തിന് മാറ്റം വരും? ഇൻറ്റേർണൽ എനർജിക്ക് മാറ്റം വരും. സോ നിങ്ങൾക്കറിയാം, ഇൻറ്റേർണൽ എനർജി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദി സം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് പൊട്ടൻഷ്യൽ എനർജി. അപ്പോൾ നമുക്കറിയാം, പൊട്ടൻഷ്യൽ എനർജി സാധാരണയായിട്ട് ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇവിടെ സ്റ്റേറ്റിന് മാറ്റമില്ല, അതുകൊണ്ട് തന്നെ പൊട്ടൻഷ്യൽ എനർജിക്ക് മാറ്റമില്ല. ഇതൊരു ഗേഷ്യസ് സ്റ്റേറ്റ് അല്ലേ, അതുകൊണ്ട് പൊട്ടൻഷ്യൽ എനർജിക്ക് മാറ്റമില്ല. പിന്നെ മാറുന്നത് കൈനറ്റിക് എനർജിയാണ്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന എനർജി ഇൻറ്റേർണൽ എനർജിയെ മാറ്റുമെങ്കിൽ അപ്പോൾ എന്ത് മാറിയിട്ടുണ്ടാകണം? ഈ ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജിക്ക് മാറ്റം വന്നിട്ടുണ്ടാവണം. So the internal energy is changed because the kinetic energy of the gas molecules change, but the state remains a constant. So the given amount of quantity of energy, which is in the form of heat energy is equal to delta U. It is the internal energy. Internal energy delta U. അതിന് മാറ്റം വന്നു ഇതിനകത്ത്. പ്ലസ് ഇനി നമുക്കറിയാം, ഈ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുകയാണെങ്കിൽ പിസ്റ്റൺ മുകളിലേക്ക് പോകുന്നു. ഇനി ചില കണ്ടീഷനിൽ പിസ്റ്റൺ താഴേക്കും വരുന്നുണ്ട്. ഏത് കേസ് വേണമെങ്കിലും എടുക്കാം. അപ്പോൾ ഗ്യാസ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വർക്ക് ഈസ് ഡൺ ബൈ ദി സിസ്റ്റം എന്നാണ് സാധാരണ പറയാറുള്ളത്. വർക്ക് ഈസ് ഡൺ ഓൺ ദി സിസ്റ്റവും നമുക്ക് പറയാം ചില കേസുകളിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കൊടുത്ത ഹീറ്റ് എനർജി
ഒരു കാര്യത്തിനും കൂടെ വേണ്ടി ഉപയോഗിക്കുന്നു, വർക്ക് ഡൺ. ദിസ് ഈസ് വർക്ക് ഡൺ. സോ ലെറ്റ് us assume that വർക്ക് ഡൺ, നമുക്കറിയാം വർക്ക് എന്ന് പറയുന്നത് വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, അതാണ് വർക്ക് ഡൺ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഫോഴ്സ് എന്താണെന്ന് നമുക്കറിയാം. ഫോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രഷർ ഇൻറ്റു ദിസ് ഏരിയ ഇൻറ്റു ഏരിയ ഓഫ് ദി സിലിണ്ടർ. ഈ സിലിണ്ടറിൻ്റെ ഏരിയയാണ്. സിലിണ്ടറിൻ്റെ ബേസിലൊരു ഏരിയ ഉണ്ടാവില്ല, അതിൻ്റെ ഏരിയയാണ്. ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ലെറ്റ് ദർ ബി എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ഡെൽറ്റ എൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ടായെന്ന് സങ്കല്പിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് വർക്ക്? ദെൻ വർക്ക് ഈസ് ഈക്വൽ ടു ഏരിയ ഇൻറ്റു ലെങ്ത് or the displacement, which is the volume. ഇവിടെ ഉണ്ടാകുന്ന വോളിയം ചേഞ്ചാണ്. സോ ഡെൽറ്റ എൽ ഈസ് എ ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ദി പിസ്റ്റൺ ആൻഡ് ഏരിയ ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഈസ് ദി വോളിയം ചേഞ്ച്. സോ വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു പ്രഷർ ഇൻറ്റു വോളിയം ചേഞ്ച് ഡെൽറ്റ. സോ ഫസ്റ്റ് law of thermodynamics becomes delta Q is equal to delta U plus delta W. So which becomes delta Q is equal to delta U plus P delta V. Okay, delta Q is equal to delta U plus P delta V. സോ ഈ രീതിയിലാണ് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് നമുക്ക് പറയാൻ പറ്റുക. അപ്പോൾ ഇവിടെ ദി ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഗിവൺ, ഇപ്പോൾ സപ്പോസ് നമുക്ക് വാട്ടർ ഉണ്ടെന്നിരിക്കട്ടെ. വാട്ടറിലേക്ക് നമ്മൾ വാട്ടറിനെ ബോയിൽ ചെയ്യിപ്പിക്കാനായിട്ട് നമ്മൾ ഹീറ്റ് കൊടുക്കുമ്പോൾ സപ്പോസ് 1000 ജൂൾ ഓഫ് എനർജി ഈസ് ഗിവൺ. അപ്പോൾ ഇതിനകത്തുള്ള മോളിക്യൂൾസ് വാട്ടർ വേപ്പറായി മാറുന്നു. അപ്പോൾ വാട്ടർ സ്റ്റീമായി മാറുന്ന സമയത്ത് ഏത് എനർജിയാണ് ഉപയോഗിച്ചാൽ, അല്ലെങ്കിൽ എന്തുപയോഗിച്ചാൽ വർക്ക് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കൊടുത്ത 1000 ജൂളിൽ നിന്നുണ്ടായ ഹീറ്റാണ്. 1000 ജൂൾ ഓഫ് എനർജി ഇവിടെ കൊടുത്തു. ആ ഹീറ്റ് എനർജി ഉപയോഗിച്ചുകൊണ്ടാണ് ഇത് സ്റ്റീമായി മാറിയത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇൻറ്റേർണൽ എനർജി 1000 ജൂൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഇൻറ്റേർണൽ എനർജിക്ക് ചേഞ്ച് വന്നിട്ടുള്ളത്. ഓക്കെ, so let us assume delta Q is equal to 1000 joule, and now the work done in the case of water, the work done is against the atmospheric pressure. So atmospheric pressure ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്, അതിന് എഗൻസ്റ്റ് ആയിട്ടാണ് സ്റ്റീം വർക്ക് ചെയ്തു പോകുന്നത്. നമുക്ക് ജസ്റ്റ് ഒന്ന് അസ്യൂം ചെയ്യാം വർക്ക് ഡൺ ഒരു 20 ജൂൾ ആണെങ്കിൽ വാട്ട് ഈസ് ദി ഡെൽറ്റ യു, വാല്യൂ ഓഫ് ഡെൽറ്റ യു? ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു ഡെൽറ്റ ക്യൂ മൈനസ് പി ഡെൽറ്റ വി. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു 100 ജൂൾ മൈനസ് 20 ജൂൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു 80 ജൂൾ. 80 ജൂൾ ഓഫ് ഇൻറ്റേർണൽ എനർജി ഈസ് ചേഞ്ച്ഡ്. ഓക്കെ, സോ യൂഷ്വലി ഹീറ്റ് അബ്സോർബ് ചെയ്യുന്നതിനും റിജക്റ്റ് ചെയ്യുന്നതിനും ഡിറക്ഷൻസ് പ്രോബ്ലംസിൽ പറയാറുണ്ട്. അതും കൂടെ ഒന്ന് മനസ്സിലാക്കിയിരിക്കണം. സാധാരണയായിട്ട് ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ അത് പോസിറ്റീവായിട്ട് എടുക്കണം. ഹീറ്റ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് നെഗറ്റീവായിട്ട് എടുക്കണം. ഇത് ഹിൻസാണ്, ഓർത്ത് വച്ചിരിക്കണം. ഹീറ്റ് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ പോസിറ്റീവായിട്ട് എടുക്കുക, ഹീറ്റ് റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നെഗറ്റീവായിട്ട് എടുക്കുക. അപ്പോൾ ഹീറ്റ് അബ്സോർബ് പോസിറ്റീവ്, ഹീറ്റ് റിജക്റ്റഡ് നെഗറ്റീവ്. HAP HRN ഇങ്ങനെ ഓർത്തെഴുതാൻ മതി. ഹീറ്റ് അബ്സോർബ്ഡ് പോസിറ്റീവ്,
Heat rejected negative, HIP, HR. Okay. So this is the first law of thermodynamics. It says that the total quantity of heat absorbed or given to a system is used for the change in internal energy and the external work done. So it is in accordance with law of conservation of energy. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ് വേണമെങ്കിൽ നമുക്ക് മാച്ച് ചെയ്ത് ഫോളോയിങ് ചോദിക്കാം. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്, കൺസർവേഷൻ ഓഫ് എനർജി. ഓക്കെ, ഗോട്ട് ഇറ്റ്. ഇത് ഉപയോഗിച്ച് ന്യൂമറിക്കൽ പ്രോബ്ലംസ് സാറിന് ഉണ്ടാകാറുണ്ട്. പിന്നെ ഒരു കാര്യം കൂടെ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഈ ഡെൽറ്റ ക്യൂ എന്ന് പറഞ്ഞ ക്വാണ്ടിറ്റി ഓഫ് ഹീറ്റ് ഗിവൺ ഈ കേസിലാണെങ്കിൽ, ഞാൻ പറഞ്ഞ ഈ കേസിലാണെങ്കിൽ അത് ലേറ്റൻറ്റ് ഹീറ്റായിട്ടായിരിക്കും എടുക്കുന്നത്. ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ. ഇവിടെ ഡെൽറ്റ ക്യൂ എന്ന് പറയുന്നത് ദിസ് വാല്യൂ, ഇത് ലേറ്റൻറ്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ ആയിട്ട് എടുക്കുന്നു. ഈ ഡെൽറ്റ ഡബ്ല്യു എന്ന് പറയുന്നത് എപ്പോഴും ഇവിടെ പി ഇൻറ്റു ഡെൽറ്റ വി ആവും. ഈ ഡെൽറ്റ വി എന്ന് പറയുന്നത് എപ്പോഴും 1 സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് വാട്ടർ എത്ര സ്റ്റീമായിട്ട് മാറുന്നു അപ്പോഴുണ്ടാകുന്ന വോളിയം ചേഞ്ചാണ് നമ്മളിവിടെ എടുക്കുന്നത്. ഓക്കെ, അതാണ് ഡെൽറ്റ വിയുടെ വാല്യൂ. പ്രഷർ മീൻസ് നേരത്തെ ഞാൻ പറഞ്ഞു അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഓക്കെ, അപ്പോൾ ഇത് അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇത് 1 സെൻറ്റിമീറ്റർ ക്യൂബ് ഓഫ് വാട്ടർ ചേഞ്ച് ചെയ്യുമ്പോൾ, വാട്ടർ സ്റ്റീമായിട്ട് മാറുമ്പോൾ എത്രമാത്രം വോളിയം ചേഞ്ച് ഉണ്ടാകുന്നു അതായിരിക്കും ഇത്. ഓക്കെ, സോ ഡെൽറ്റ ക്യൂ ലേറ്റൻറ്റ് ഹീറ്റായിട്ട് എടുക്കണം വാട്ടറിൻ്റെ കേസിൽ. അത് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്ന സമയത്ത് ഓർത്തിരുന്നാൽ മതിയാവും. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇത് ശ്രദ്ധിച്ച് മനസ്സിലാക്കിയതിന് വളരെ നന്ദി. ഇനിയും ഈ വീഡിയോസ് വാച്ച് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എല്ലാ ആശംസകളും. ഗുഡ് നൈറ്റ്.